സോ ഇതാണ് ഇന്ത്യയിലെ 4ാമത്തെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ ആയിട്ടുള്ള ആപ്പിൾ കൊറേഗാവ് പാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോർ നമുക്ക് മൊത്തമായിട്ട് കറങ്ങാം. ഇതേപോലെ അടിപൊളിയായ ആപ്പിൾ കോണ്ടന്റും ആപ്പിൾ സ്റ്റോറിന്റെ വിശേഷമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് യബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു ട്രാവൽ OS. ഇത് ഐഫോൺ സെക്ഷൻ. ഇവിടെ 3 ഐഫോൺ സെക്ഷൻസ് ഉണ്ട്. ഇത് ഓൾറെഡി ഓപ്പൺ സ്റ്റോർ ആയതുകൊണ്ട് നമുക്ക് ആൾക്കാരുടെ മുഖവും ബാക്കി കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ല. ഐഫോൺ 16e രണ്ടും സ്റ്റാൻഡിൽ വെച്ചേക്കുക. മാക്സ് സേഫ് ഉണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഐഫോൺ 16 സീരീസ് പിങ്ക് ഉണ്ട്, ഇല്ലടാ കുഴപ്പമില്ല. പിന്നെ 16+ മോഡൽസ് ഉണ്ട്. 17 സീരീസ് ബ്ലൂ, ഐഫോൺ എയർ ഉണ്ട്, പ്രോ സീരീസ് 17 പ്രോ സീരീസ്, ഇത് പ്രോ മാക്സ് സീരീസ്. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. 17 ഡീറ്റെയിലിംഗ് ഉണ്ട്. 17ൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും, ഐഫോൺ എയറിൻ്റെ ഡീറ്റെയിൽസ്, പ്രോവിൻ്റെ ഡീറ്റെയിൽസ്, പ്രോ മാക്സിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതും 17 സീരീസ് മാത്രം. പക്ഷേ ഈ സ്റ്റോറുകളിൽ ഒന്നിലും ഞാൻ സേജ് എന്ന് പറഞ്ഞ കളർ കാണുന്നില്ല. ഗ്രീനും ഇല്ല, ബ്ലാക്കും ഇല്ല. ഇതും പ്രോ സീരീസ് ആണ്. പക്ഷേ ഇവിടെയും ബ്ലാക്കും സേജും ഇല്ല. ബാക്കി 2 കളേഴ്സും ഉണ്ട്. ഇത് 16 സീരീസ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് 16e സീരീസ്. എനിക്ക് തോന്നുന്നു ഈ ടേബിൾ മൊത്തം 16 17 മാത്രമേ ഉള്ളൂ. വേറെ മോഡൽസ് ഒന്നുമില്ല. ഇനി അപ്പുറത്ത് 3 ഉണ്ടെന്നുണ്ട്. ആ 2 സ്റ്റോറും കൂടെ, ആ 2 ടേബിളും കൂടെ കവർ ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ എയർ സീരീസ്. അതേ കണ്ടോ, മൊത്തം എയറാ, വേറെ ഒന്നുമില്ല. എയർ ബ്ലാക്ക്. ഇത് പ്രിട്ടി സിക്ക, പക്ഷെ പാട് വരും, അതാ പ്രശ്നം. ബ്ലാക്ക്, അതേപോലെ തന്നെ വൈറ്റാണ് നമ്മളുടെ കയ്യിലുണ്ടാകുക ഉപയോഗിച്ചത്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ എയറിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു. ഇതും വൈറ്റ്. ഇത് വൈറ്റ് അല്ല, ആക്ച്വലി ഗോൾഡ്. ഇത് കാണാൻ പറ്റാത്ത കണ്ടോ. ഇതും വൈറ്റ്. ഫോണിനെടുക്കുക, എടുത്തിട്ട് വിൽക്കാന്ന് സെർച്ച് ചെയ്യുക, .com കൊടുക്കുക, നോക്കുക. ആപ്പിൾ സ്റ്റോറിൽ നമ്മുടെ വെബ്സൈറ്റ് ഏതോ വിട്, നമ്മ സീനാണെന്ന് അറിയാലോ, അതങ്ങനെ. ഇത് പ്രോ സീരീസ്. പാട് കണ്ട, വെച്ച് മാക്സ് വെച്ച് പാടായിട്ടുണ്ട്. ശരി, ഇരുന്ന് അടുക്കാണ് പറയേണ്ടത്. യെസ്. ഇത് പ്രോ മാക്സ്, കോസ്മിക് ഓറഞ്ച് കളർ. പക്ഷെ ഇതിൻ്റെ കളറ് പോകുമെന്ന് പറഞ്ഞില്ലേ. ഈ കളറ് പോണത് മറ്റേ നമ്മുടെ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഈ സാനിറ്റൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചുള്ളൊരു തുടക്കം. അങ്ങനെ ഉപയോഗിക്കരുത്. ഈ ബ്യൂട്ടി കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു സാധനം വെച്ച് തുടക്കരുത്. പാരബൻ ഫ്രീ, ഞാൻ വാങ്ങിച്ചല്ലോ, പാരബൻ ഫ്രീ ആയിട്ടില്ലെങ്കിൽ ഒന്നും കെമിക്കൽസ് ഇല്ലാത്ത ഇത് വെച്ചിട്ട് വേണം തുടക്കാൻ. അപ്പോൾ കളർ പോകില്ല. ഇത് പ്രോ സീരീസ്. ഇത് വൈറ്റ് ആയിട്ട് തന്നെ. പക്ഷെ ആപ്പിളിൻ്റെ ലോഗോ ഇങ്ങനെ വെച്ചാലേ കാണുള്ളൂ. കണ്ടാ, ഇങ്ങനെ വെച്ചാൽ കാണുന്നില്ല. അത് ലോഗോ കാണുന്നില്ല, ഇങ്ങനെ വെക്കണം. ഇത് പ്രോ മാക്സ്, ഇതും വൈറ്റാണ്. ഇതും വൈറ്റ് സീരീസ് തന്നെ. ഇതും പ്രോ സീരീസ് തന്നെയാണ്. ഇവിടെ എല്ലാം പ്രോ. ഇത് എയറാണോ? അല്ല, ഇതും പ്രോ ആണ്. എയറല്ല, 70. ഫൈനലി സേജ് കണ്ട്. ഐഫോൺ 17 സേജ് ഗ്രീൻ. എന്താ ബ്ലാക്ക് ഇല്ലേ? ബ്ലാക്ക് ഉണ്ടല്ല. ഇതാണ് നമ്മുടെ സാധനം. ഇത് സെന്ററില്ല. എനിക്ക് തോന്നുന്നു അത് കീറിറങ്ങി കിടക്കണമെന്ന് തോന്നുന്നു. എല്ലാത്തിനും അങ്ങനെയാ. ഇത് ബ്ലാക്ക്, ഐഫോൺ 17 ബ്ലാക്ക്. ഇത് മൊത്തം 17 സീരീസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ബാക്കി ഈ ടേബിളിലൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവര്. ഇത് നോക്ക്, ഒന്നുമില്ല. ഇത് ഫോണിന്റെ ഉള്ളിലിടണം. ഫോൺ അതിന്റെ ഉള്ളിലിടുക. എന്നിട്ട്
ഇതിടും. ഇത് ഇവിടെയൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണമെന്നൊക്കെ ആ മൂഡ്. ഇവിടെ സെർച്ച് ചെയ്തേക്കാം. എവിക്ക ഡോട്ടർ അടിച്ചപ്പോൾ തന്നെ കോം വന്ന്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കണമെങ്കിൽ ട്രാവലേഴ്സ് കാണാം, പ്രൊഡക്റ്റ് കാണാം, എന്തിന് വാൾപേപ്പേഴ്സ് വരെ കാണാം, വാച്ച് ഫീസ് കാണാം. ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ പുതിയ പുതിയ വാച്ച് ഫീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നോക്കിയാൽ മതി. ഐഫോണിൻ്റെ ആക്സസറീസാണ് ഇവിടെ മൊത്തം. ഇത് പ്രോവിൻ്റെ ഒരു ഈ ഒരു മെറ്റീരിയൽ, മെഷ് മെറ്റീരിയൽ ഇറങ്ങില്ലേ അത്. ഇത് സിൽക്കാണ്. ഇത് ബമ്പർ കേസ് പോലെ ഈ ഒരു കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഒരു കേസ് മാത്രം, നേരത്തെ കാണിച്ചുള്ള ഒരു കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോൺ അതിൻ്റെ ഉള്ളിലിടണം. എന്നിട്ട് ഈ വെള്ളിയും ഉണ്ടാവും അതിൻ്റെ കൂടെ. അടിയിൽ അതിൻ്റെ എല്ലാ ആക്സസറീസും. ഇതേ ക്രോസ് ബോഡി സ്ട്രാപ്പ്, ഇതേ ബമ്പർ കേസ്. ഈ ഗ്രീൻ ഇഷ്ടപ്പെട്ടാ? ഗ്രീൻ നോക്ക്, കളർ ഗ്രീൻ കളർ നോക്ക്. ആ ഐഫോൺ 17 ഇത് അടിപൊളിയായിരിക്കും. ആക്സസറീസ് മാത്രം, വേറെ ഒന്നുമില്ല. ഇനി കേസുകളൊക്കെ അപ്പുറത്താണ്. ഇത് ക്രോസ് ബോഡി സ്ട്രാപ്പിൻ്റെ ഇതാ. നമ്മുടെ കാർഡ് വെച്ചിട്ട് വെക്കാനായിട്ടുള്ളത്. മൊത്തം കേസ്. ഇതേ ബ്ലാക്ക്, ഐഫോൺ 17 ബ്ലാക്ക് എടുക്കണമെങ്കിൽ 17ൻ്റെ ബ്ലാക്ക്. ഓ ഇത് ബീഡ്സിൻ്റെ ഓറഞ്ച് കളർ. ഇവിടെ ചെറിയൊരു റഫ്നെസ് ഉണ്ട്, ഇവിടെ സ്മൂത്താണ്. പിന്നെ ഇത് വാച്ചിൻ്റെ സെക്ഷൻ, വാച്ചിൻ്റെ സ്ട്രാപ്പ്. ഇത് മൊത്തം അൾട്രഡ വാച്ചിൻ്റെ സ്ട്രാപ്പ്, സിൽക്കൺ. പിന്നെ ക്ലോത്ത് മെറ്റീരിയൽ, ഇത് നൈക്കിയുടെ ക്ലോത്ത് മെറ്റീരിയൽ, ഓഷ്യാനിക് ബാൻഡ്, സ്ട്രാപ്പ്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ രാവിലെ നമ്മളുടെ നോയിഡ പോയപ്പോഴും ഇതേപോലെ സ്റ്റീൽ സ്ട്രാപ്പിൻ്റെ അപ്പുറത്ത് നീ ഇതേപോലത്തെ ഒരു പച്ച സ്ട്രാപ്പ് കൊണ്ട് ഓർമ്മ ഉണ്ടാവും. ആ എനിക്ക് തോന്നണ അതേ സെയിം യൂണിഫോമിറ്റി തന്നെ ഇവിടെ അവർ കണ്ടിന്യൂ ആയിട്ട് വെച്ചാണ്. ഇത് മൊത്തം ആപ്പിൾ വാച്ചിൻ്റെ സ്ട്രാപ്പുകൾ മാത്രം. ഐപാഡ് ആൻഡ് ആപ്പിൾ TV. ആപ്പിൾ ടിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ F1 ഇപ്പോൾ റിലീസാണ് കേട്ടോ ആപ്പിൾ TV-യിൽ. എനിക്ക് തോന്നുന്നതനുസരിച്ച്, ഞാൻ അറിഞ്ഞനുസരിച്ച് ആപ്പിൾ TV-യിൽ ഫ്രീ ആയിട്ട് F1 കാണാം ഇപ്പോൾ യൂസേഴ്സിന്. ഇതെന്തത്? ഗിഫ്റ്റ് കാർഡാ? ഓ ആപ്പിൾ ഗിഫ്റ്റ് കാർഡ്. ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കാർഡ് ചെയ്യാം. ഓക്കെ ഗുഡ്. ഐപാഡ് പ്രോ ആണോ? ഐപാഡ് പ്രോ, ആപ്പിൾ TV, മൊത്തം ആപ്പിൾ TV, മൊത്തം ഐപാഡ്, ആപ്പിൾ പെൻസിൽ, മാജിക് മൗസ്, മാജിക് കീബോർഡ്. അതെ ഇത് സ്റ്റീലാണിത്. പിന്നെ നമ്മുടെ ഐപാഡ് പ്രോ, ഐപാഡ് മിനി, ഐപാഡ് മിനി, മാജിക് കീബോർഡ് ഫോളിയോ. അതെ USB-യുടെ, നമ്മുടെ ബീറ്റ്സിൻ്റെ. സത്യം പറഞ്ഞാൽ ഇതാ കുറച്ചുകൂടി ബെറ്റർ. USB-C to C 1.5 മീറ്ററിന് 2000 രൂപയുള്ളൂ. എവിടെ 2000 രൂപയുള്ളൂ. അതും ബ്രൈഡഡ് ആണ് കിട്ടുക, കളർ കിട്ടും. ഞാൻ എടുക്കണമെങ്കിൽ റെഡ് എടുത്താലും നല്ലതാണ്. USB-C to C ഇച്ചിരി എന്താ പറയുക ഫങ്കി ആയിട്ട് ഇരിക്കില്ല റെഡ് എടുത്തന്നെ. ഇതേതാണ്ടാ C to C 240 വാട്ടിൻ്റെ 2 മീറ്ററിനുള്ള. ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്പം മാക്കിനുള്ളതാണ്. നമ്മുടെ മാക്ബുക്ക് എയർ എടുത്തപ്പോൾ എനിക്ക് 2 മീറ്ററിൻ്റെ കിട്ടിയായിരുന്നു. 3000 രൂപ. ഇത് 1.5 മീറ്റർ ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം 1.5 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചും ലാഭം. ആപ്പിളിൻ്റെ ഹോം
ഹോം പോഡ് മിനി 2 ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ഈ നീല മിഡ് നൈറ്റ് ബ്ലൂ ആണ്. എനിക്ക് ഈ യെല്ലോ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്നവിടെ യെല്ലോ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇമാജിനെടുത്തത് യെല്ലോ ഉണ്ടായിരുന്നില്ല. വൈറ്റും ബ്ലാക്കും ബ്ലൂവും മാത്രമേ ഉണ്ടാവുള്ളൂ. യെല്ലോ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ വൈബ്രൻറ്റ് കളേഴ്സ് എടുക്കുമ്പോഴേ ഭയങ്കര നോട്ടം കിട്ടും. ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു റൂമിൽ വെച്ചൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇത് ഹോം പോഡ്, ഇത് ഒറിജിനൽ ഹോം പോഡ്. ഇത് ഹോം പോഡ് മിനീസ് മാത്രം. ടാപ്പ് ടു എക്സ്പ്ലോർ. ഇതിൽ നമുക്ക് ഹോം കൺട്രോൾസ് ഉണ്ട്. അതേപോലെ തന്നെ ചെറി എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആപ്പിൾ എക്കോ സിസ്റ്റം കൂടെ വന്നു കഴിഞ്ഞാൽ മിനി കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് ആപ്പിളിൻ്റെ ബീറ്റ്സിൻ്റെ ഹെഡ്ഫോൺസ് സ്റ്റുഡിയോ പ്രോയും സോളോ 4ഉം. പവർ ബീറ്റ്സ് ഫിറ്റ്, പവർ ബീറ്റ്സ് പ്രോ. എനിക്ക് ഇതിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് സെൻസേഴ്സിന് ഒക്കെ ഉണ്ട്. ബീറ്റ്സിൻ്റെ പാട്ട് കേൾക്കാം. സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് തിരിച്ചല്ല വെച്ചാണ് ക്യാമറ ഉൾട്ടല്ലേ അടിച്ചു വെച്ചാൽ. എന്താ ഉൾട്ടല്ലേ? എങ്ങനെയാണ് വെക്കട്ടെ. ബീറ്റ്സിൻ്റെ ഹെഡ്ഫോൺസിൻ്റെ ഇത് പൊക്കി നോക്കി. അത് ബീറ്റ്സിൻ്റെ ബീറ്റ്സ് ആപ്പിൾ തന്നെ. അത് പൊക്കി നോക്കി. കനുല്ലേ എത്ര വോട്ടാണത്? ബീറ്റ്സ് പിൽ ബാക്കിലുണ്ടാവും എത്ര വോട്ടാണ്. എത്രയെന്ന് കാണിച്ചിട്ടില്ല. അതും ബീറ്റ്സിൻ്റെ ഹെഡ്ഫോൺസ് ആണ്. അതെ ഏതാ ബീറ്റ്സ് പ്രോ സ്റ്റുഡിയോ അല്ലേ? 37,900. 38 രൂപ. അത് ബോസിന്റെ. ഇത് എയർപോർട്ട് മാക്സ്. ഇത് 59 59,900. വലിയും അത് താത്തി നോക്ക്. ബീറ്റ്സ് ആക്ച്വലി ആപ്പിളിന്റെ സിസ്റ്റർ കമ്പനിയാണ്. ആപ്പിൾ വാങ്ങിച്ച കമ്പനിയാണ് ബീറ്റ്സ്. അതുകൊണ്ട് ബീറ്റ്സിന്റെ പ്രൊഡക്റ്റ് എല്ലാം ആപ്പിൾ തന്നെ ഉണ്ടാക്കണം. ബീറ്റ്സ് ഉണ്ടാക്കിയാലും ആപ്പിൾ ആണത് കൺട്രോൾ ചെയ്യണം. ആ ഇത് എയർപോർട്സ് പുതിയ 10 അന്ന് ഞാനെടുത്തപ്പോ ഇതിന് എത്രയായിരുന്നു? ഇതിന് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 17,900. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടം പ്രോയാണ്. കാരണം കുറച്ചുകൂടി സ്നഗ് ഫിറ്റ് ഉള്ളതുകൊണ്ട്, ഈ സിൽക്കൺ ഉള്ളതുകൊണ്ട് നോയിസ് ക്യാൻസലേഷൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഇതേ സോളോ ബീറ്റ്സ്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ് ഇതിൻ്റെ ബോക്സ് ഒക്കെ. 20,000 രൂപ. ഇത് 7,000 രൂപയുള്ളൂ. ഇത് സോളോ ബഡ്സ് 7,000 രൂപയുള്ളത്. പിൽസ് നല്ല കാണുന്നുണ്ടോ? ഇത് മ്യൂസിക് സെക്ഷൻ. എയർപോർട്സ്. അതെ അതെ. പുറകെ വന്ന് മാറിയിരിക്കുന്നു പറയുന്നത്. മാക്സ് അല്ല ഇപ്പടന്ന് ഇങ്ങനെ വെച്ചാണ്. ഓ ഇത് സെൻട്രൽ സ്റ്റേജ് ഉള്ളതുകൊണ്ടാണ് നടുക്ക് വന്നേക്കണേ അല്ലേ? ക്യാമറ നടുക്ക് വന്നേക്കണ അതുകൊണ്ടോ. മാക്ക് കളേഴ്സ് എടുത്ത് നോക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് സഫാരി എടുത്തിട്ട് നമ്മളെന്ത് സെർച്ച് ചെയ്യണം? നമ്മൾ ടാബ് എടുത്തിട്ട് സെർച്ച് ചെയ്തോണം. അയ്യോ വന്നില്ല. ഇത് സുട്ടുമണി വന്നു. സുട്ടുമണി വാൾപേപ്പറൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട് വാൾപേപ്പേഴ്സ്.
എവിക് എഡിഷൻ വാൾപേപ്പർ ഒക്കെ ഉണ്ട്. കളക്കട്ടെ. ഇത് ഗ്രീൻ ഗ്രീൻ അടിപൊളിയല്ലേ? പിങ്ക് യെല്ലോ ഉണ്ട് ഇതിൻ്റെ. യെല്ലോ സൂപ്പറാണ്. ഇത് കണ്ട ഈ യെല്ലോ കിട്ടും. യെല്ലോ സെറ്റാണ്. ഇത് എയർ. ഇതാണ് M4 എയർ. M4 ചിപ്പിൻ്റെ എയർ. പ്രോന് എന്താ പറയുക, ഈ M4ന് സ്പീക്കർ ഇവിടെ വന്നേക്കണം. അപ്പോൾ സ്ക്രീനിൽ തട്ടി സൗണ്ടിന് വരും. നമ്മുടെ പ്രോ ആണെങ്കിൽ ഇവിടെ വരും സ്പീക്കേഴ്സ്. അപ്പോൾ ഡയറക്റ്റ് സൗണ്ട് വരുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും. മറ്റേ സ്ക്രീനിൽ തട്ടിയിട്ട് ഡിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട് സൗണ്ടിന് ഇച്ചിരി ഒരു മഫ്ലിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് വലിയ കീബോർഡാടാ. ഇത് ചെറിയ കീബോർഡ്, ഇത് വലിയ കീബോർഡ്. ഇതിന് ന്യൂമറിക്കൽ പാഡ്സും കൂടെ ഉണ്ട്. ആ, ഇത് മാക്സ് സ്റ്റുഡിയോടെ. ഡയറക്റ്റ് SD കാർഡ്, 2 തണ്ടർബോൾട്ട്, ട്രാക്ക് പാഡ്. ഇതിന് ഇത്ര ഉണ്ടാവുള്ളൂ. ശരിക്കും ഇത്ര ഉണ്ടാവുള്ളൂ. മറ്റേ കീബോർഡല്ല, ടച്ച് ആയിട്ട്. ഇവിടെ ഫങ്ഷൻ കീസും ന്യൂമറിക്കൽ പാഡും എല്ലാം. ആ പിന്നെന്താ, ലുട്ടാപ്പി, മാക് ലുട്ടാപ്പി. എനിക്ക് ഇതോർമ്മ, എനിക്ക് ഈ മാക് മിനി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? 59,000. നമുക്ക് 10, 100, 1000, 10,000, 59,000 രൂപ മാക് മിനിയുടെ മാത്രം വിലയാണ്. ഇവന്റെ വിലയാണ് ഈ കാണിച്ചത്. ഇല്ല, ആണ്ട മാക് സ്റ്റുഡിയോയുടെ വിലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാക് മിനി ഇല്ല. ഇത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സെയിം ഇതേപോലെ തന്നെ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിങ്കും അവിടെ റെഡും ഗ്രീനും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ല. ഇങ്ങനത്തെ ഗ്രീൻ കളർ വരും മൊത്തം. ഈ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ മാക്ക് വാങ്ങിക്കില്ല, അങ്ങനത്തെ മാക്ക് അത് വാങ്ങിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കളറ് പോലത്തെ മൗസും കീബോർഡും കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ കിട്ടുള്ളൂ. നമുക്ക് മറ്റേ പോലെ വെബ്സൈറ്റിൽ വാങ്ങിക്കാൻ കിട്ടില്ല കളറുള്ളത്. ഇവർക്ക് ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ വല്ലയിടത്തും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ യൂസ് ചെയ്യാൻ. പക്ഷെ ഇത് 5 മിനിറ്റ് ചാർജ് ചെയ്താലല്ലേ 5 മണിക്കൂർ നിൽക്കും. 5 മിനിറ്റ് ചാർജ് ചെയ്താൽ. പക്ഷെ എന്താ അറിയോ, എടാ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് അവർക്ക്. ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ മാക് മിനിയുടെ ഈ മിനിയുടെ ഇല്ലേ പവർ സ്വിച്ച് എവിടെ അറിയോ? ഇവിടെയാണ്. ഒരു പവർ സ്വിച്ച് നമ്മൾ ഇങ്ങനെ ഞെക്കും. പക്ഷേ അങ്ങനെ നെഗറ്റീവ് സംഭവം വെച്ചപ്പോഴത്തേക്കും എല്ലാ സോഷ്യൽ മീഡിയയിലും ഇതിനെപ്പറ്റിയ സംസാരം. അപ്പോൾ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഹൈപ്പായി. നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അവർക്കത് പബ്ലിസിറ്റി ആയല്ല. അങ്ങനത്തെ സ്ട്രാറ്റജിയാണ്. പിന്നെ 5 മിനിറ്റ് ചാർജ് ചെയ്താൽ പോരാ. 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 5 മണിക്കൂർ നിൽക്കുമെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത് എൻ്റെ ഫേവറേറ്റ്സ് ആണ്. കളിക്കുന്ന ഇല്ലേ? ഓഫാണോ? ആ വന്നു. എയർപോർട്സ് ആപ്പിൾ വാച്ചിൻ്റെ ആഡിൻ്റെ ഡിസൈൻ നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടാ. കോജി എയർപോർട്സാ. ഇത്ര എയർപോർട്സ് അവർക്ക് ഡെമോ കൊടുക്കണമെങ്കിൽ കുറച്ച് 2 നമുക്ക് തന്നൂടെ. ഇത് തുറയല്ല കേട്ടോ. ഇതൊന്നും തുറയല്ല. ഇത് തുറന്നു. ഇതും തുറന്നു. ഇത് തുറയല്ല. ഇത് തുറന്നു. ഇത് അടക്കാൻ പറ്റുമോ? അടക്കാൻ പറ്റുമോ? ഫുൾ എയർപോർട്സ്. മാക് പ്രോ 14 ഇഞ്ച് ബ്ലാക്ക്. ഇതാ ഞാൻ പറഞ്ഞടാ, നമ്മുടെ ഉള്ളത് ഇതേപോലത്തെ സ്പീക്കർ പുറത്തുണ്ടാവും. ഇത് 16 ഇഞ്ച്. ഇതിപ്പോൾ മുട്ടം കാണും. വെയിറ്റ് ഇതേ ഫ്രീക്ക് പോയി.
എന്നുണ്ട് അതിൻ്റെ സ്പീക്കർ നോക്ക്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാ, എല്ലാ ലാപ്ടോപ്പും ഒരു പ്രത്യേക ആംഗിളല്ലേ വെച്ചേക്കണേ. അത് അവർ വെച്ചേക്കണ ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ മാക്ബുക്ക് നമ്മുടെ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യൂലേ, അപ്പോൾ നമ്മൾ മാക്ക് ഉപയോഗിച്ച് തുടങ്ങും. അതിനു വേണ്ടിയാണ് എല്ലാ മാക്കും അങ്ങനെ വെച്ചേക്കണ്ട. എല്ലാ മാക്കും ചെരിച്ചാണ് വെച്ചണത്. നമ്മുടെ ഐ സൈഡിനെക്കാട്ട് കുറച്ചുകൂടെ തിരിച്ചു വെക്കുമ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഐ സൈഡിലേക്ക് വെക്കും. ഇത് M5 ചിപ്പിൻ്റെ M5ൻ്റെ പ്രോ. ഈ സെഷൻ ഫുള്ള് എയർ മാത്രം. ഞാൻ മാക്ബുക്ക് പ്രോ എടുത്ത് ജസ്റ്റ് ഒരു കൈ കൊണ്ട് എടുത്ത് നോക്കി, 2 കൈ കൊണ്ട് എടുത്ത് നോക്ക്. മാക്ബുക്ക് പ്രോ ഒരു കനവില്ലേ, ഒരു കനവില്ലേ. ഇനി എയർ വന്ന് എടുത്ത് നോക്കി. നീ എയർ എടുത്ത് നോക്ക്. അല്ല തോന്നണ്ട, അതിന്റെ പേര് തന്നെ എയർ. ഇതില് ഫാനില്ല ഈ ഡിവൈസിൽ. എയറില്ല, ഫാനില്ല. ഫാനില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും നടക്കണ ചിപ്പിലാണ്. അപ്പൊ ചൂട് വന്നാലും ചൂട് വരില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് എയർന്ന് വിളിക്കണം. വെയിറ്റും ഇല്ല ഫാൻ ഇല്ലാത്തതുകൊണ്ട്. എന്തെങ്കിലും വന്നാൽ ഹീറ്റ് ഇങ്ങനെ ഡിസപ്പിയേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ചൂട് വരില്ല. ചൂട് വരും, ഹെവി യൂസേജ് ഒക്കെ വരുമ്പോൾ ചൂട് വരും. എന്നാലും ഫാൻ ഇല്ലാത്തതുകൊണ്ട് എയർ എല്ലാം കൂടി ഇതിന്റെ പുറത്തേക്ക് പോകും. ഇത് എയറിന്റെ 15 ഇഞ്ച്, അത് 13 ഇഞ്ച്, 15 ഇഞ്ച്. പ്രോന് മാത്രം 16 ഇഞ്ച് ഉള്ളൂ. ഇതും 15 ഇഞ്ച്. അത് M4 ചിപ്പ്. ഇത് എയർ 13 ഇഞ്ച്. ഐപാഡ് സീരീസ് ആർക്കറിയാം. ഐപാഡ് ഇത് 11 സീരീസ്. 11. ഇത് ഐപാഡ്. ഇത് ഐപാഡ് എയർ 11 ഇഞ്ച്. ഐപാഡ് എയർ. ഇതും ഐപാഡ് എയർ 13 ഇഞ്ച്. കളറോട് നോട്ട് ചെയ്തിട്ടുണ്ട് 13 ഇഞ്ച്. ഇത് ഐപാഡ് പ്രോ 11 ഇഞ്ച്. പിന്നെ ഐപാഡ് പ്രോ 13 ഇഞ്ച്. ഹെവി യൂസേഴ്സ് ആണെങ്കിൽ മാത്രം പ്രോ എടുക്കേണ്ട ആവശ്യം ഞാൻ പറയുള്ളൂ. അല്ല നിങ്ങൾക്കിപ്പോൾ ക്യാരി ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഐപാഡ് എയർ തന്നെ ഗുഡ് ഇനഫാണ്. ഒട്ടുമിക്ക നമ്മുടെ ഫാൻ കട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ചെയ്യാം നമുക്ക്. ഇതിൽ ഫാൻ കട്ട് ഉണ്ടോ? അതെ, ഫാൻ കട്ട് പ്രോ. ഒട്ടുമിക്ക എല്ലാ എഡിറ്റിങ് ഇതിൽ തന്നെ ചെയ്യാം. ഇത് ഫുള്ള് പ്രോ സീരീസ്. ഇവിടെയും 13 ഇഞ്ചിൻ്റെ പ്രോ സീരീസ്. 13 ഇഞ്ചിൻ്റെ പ്രോ സീരീസ്. 11 ഇഞ്ചിൻ്റെ പ്രോ, 13 ഇഞ്ചിൻ്റെ എയർ, 11 ഇഞ്ചിൻ്റെ എയർ. ഐപാഡ്, ഐപാഡ് മിനി. ഇതിലും കിട്ടുന്നതാണ്. ഇതിലില്ല നമ്മുടെ ഫാൻ കട്ട്. ഇതിൽ കിട്ടുമോ ഫാൻ കട്ട്? നോക്കട്ടെ. ഇതിൽ കോമ്പാക്റ്റബിൾ ആണ്. ഇതിൽ ഇല്ല, കോമ്പാക്റ്റബിൾ അല്ല. ഇതിൽ ഫാൻ കട്ട് പ്രോ കോമ്പാക്റ്റബിൾ അല്ല ഐപാഡ് മിനിയിൽ. പക്ഷെ ഇതില്ല. ഇതിൽ ഫൈനൽ കട്ട് പ്രോ നോക്കട്ടെ. ഫൈനൽ കട്ട് പ്രോ ഇതിൽ അവൈലബിൾ അല്ലടാ. ഓ, അപ്പൊ ഐപാഡിലും ഐപാഡ് മിനിയിലും ഫൈനൽ കട്ട് പ്രോ കിട്ടൂല. പക്ഷെ ഐപാഡ് എയറിൽ കിട്ടും. അപ്പൊ വീഡിയോ എഡിറ്റിംഗ് കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഫൈനൽ കട്ട് പ്രോ എയർ എടുക്കുന്നത് ബെറ്റർ. എയർ എടുത്താലേ കിട്ടുള്ളൂ ഫൈനൽ കട്ട് പ്രോ. ഇത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആപ്പിളിന്റെ. ഇത് എയർ മാത്രമേ കിട്ടുള്ളൂ. എയർ തൊട്ടേ കിട്ടുള്ളൂ. ഇത് രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഫൈനൽ കട്ട് പ്രോ കിട്ടൂല. നമ്മുടെ ഇന്ത്യയിലെ ഈ ഒരു സ്റ്റോറിലും ജീനിയസ് ബാർ ഉണ്ട്. ജീനിയസ് ബാറിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരത് തീർത്തരും. അതായത് ആപ്പിൾ പ്രോഡക്റ്റിൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അവർ തീർത്തരാനുള്ള ഒരു പ്രോഗ്രാം പോലെയാണ് ജീനിയസ് ബാർ എന്ന് പറയുന്നത്. ജീനിയസ് ബാർ മൊത്തം നിങ്ങൾക്ക് ഡൗട്ടും വർക്ക്ഷോപ്സ് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പിൾ സ്റ്റോർ വന്നാൽ നിങ്ങൾക്ക് ഒരു ടൈം സ്ലോട്ട് ഉണ്ടാവും. ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ. ചിലപ്പോൾ ഐപാഡിനാണെങ്കിൽ വേറൊരു ചിലപ്പോൾ ഒരു 1 അവറിൻ്റെ ക്ലാസ് ഉണ്ടാവും ആപ്പിൾ ടിവിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഐഫോണിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്.
അങ്ങനെ എല്ലാ ഡൗട്ട്സും എല്ലാ വർക്ക്ഷോപ്സും നിങ്ങൾക്ക് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഈ സ്റ്റോറിൽ അക്രോസ് എല്ലാ സ്റ്റോറിലും മിക്കവാറും ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ സ്ലോട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ ഈ ഇതെടുക്കുകയാണ്. ഇതെടുത്തിട്ട് ആപ്പിൾ സ്റ്റോറിൽ പോയി ഞാനിപ്പോൾ നേരെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് എന്നിട്ട് ഞാനിപ്പോൾ നമ്മുടെ സ്റ്റോർ എടുക്കുകയാണ്. ഇവിടെ സ്റ്റോറില്ലേ, ഫൈൻഡ് സ്റ്റോർ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വന്നേക്കുന്നത് പൂനെയിലാണ്. അതെ, നമ്മുടെ ഈ ഒരു പൂനെ സ്റ്റോർ എടുക്കുക. 10 മണി ഓപ്പൺ, എല്ലാ കാര്യങ്ങളും കാണിക്കും. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക, നിങ്ങൾക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. താഴത്തേക്ക് പോകുമ്പോൾ കണ്ട ഇന്ന് 2 സെഷൻസാണുള്ളത് പിള്ളേർക്ക് വേണ്ടിയുള്ളത്, ഫ്രീ സെഷൻസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സെഷൻ, ഐപാഡിൻ്റെ ഒക്കെ സെഷൻ, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയുടെ സെഷൻ, ഐഫോണിൽ വെച്ചുള്ള ഫോട്ടോഗ്രാഫിയുടെ ബേസിക് സെഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ടൈമിങ് കൊടുക്കും, എത്ര മണി വരെ ഇന്ന് 12:45 തൊട്ട് 1:45 വരെ ഒരു സെഷനുണ്ട് പിള്ളേരുടെ. മേക്ക് യുവർ ഓൺ ഇമോജി. ഇതേപോലെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തതിനാൽ വേറെ 3 സെഷൻസ് ഉണ്ട്. ഇന്ന് 11:45 രാവിലെ ഉണ്ടായിരുന്നു, സാറ്റർഡേ, ഫ്രൈഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് സെഷൻസ് എടുത്ത് ഐഫോൺ ഫോട്ടോഗ്രാഫി, ബേസിക്സ് ഐഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഐപാഡ്, മാക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ജീനിയസ് ബാർ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റും.